കെട്ടിയിട്ട് മർദ്ദിച്ചു. ആകെ 15 പേർ. ഇത് ആകെ 15. ദിയക്കെതിരെയുള്ള ജാമ്യമില്ലാ കുറ്റം. BJP നേതാവും സിനിമാ നടനുമായ കൃഷ്ണകുമാറിനും രണ്ടാമത്തെ മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ദിയ നടത്തുന്ന ആഭരണക്കടയിലെ വനിതാ ജീവനക്കാരെയും ഭർത്താക്കന്മാരെയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച് പണം വാങ്ങിയെന്നാണ് കേസിന് ആസ്പദമായ കാരണം. കടയിലെ ജീവനക്കാർ QR കോഡ് തട്ടിപ്പിലൂടെ 69 ലക്ഷം രൂപ കവർന്നെന്നാണ് ദിയയുടെ പരാതി. ഇതിനെതിരെ ജീവനക്കാർ നൽകിയ പരാതിയിലാണ് കൃഷ്ണകുമാറിനും ദിയയ്ക്കും അടക്കം കുടുംബത്തിലെ 6 പേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. കൃഷ്ണകുമാറിന്റെ ഓഫീസിൽ വെച്ച് മർദ്ദനം നടന്നാണ് പരാതിയിലുള്ളത്. ഗർഭിണിയായതിനാൽ NS റോഡിലെ ആഭരണക്കടയിലേക്ക് ഈയിടെയായി ദിയ പോകാറില്ലായിരുന്നു. ഈ സമയത്ത് കടയിലെ QR കോഡ് തകരാറില്ലെന്ന് പറഞ്ഞ് ജീവനക്കാർ അവരുടെ QR കോഡ് കാണിച്ച് അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചു എന്നാണ് കൃഷ്ണകുമാർ മനോരമ ന്യൂസിനോട് പറഞ്ഞത്. സുഹൃത്ത് കടയിലെത്തി സാധനം വാങ്ങിയപ്പോഴും ഇതേ രീതിയിൽ ജീവനക്കാർ പണം സ്വീകരിച്ചു. ഇതോടെയാണ് തട്ടിപ്പറഞ്ഞത്. ഇക്കാര്യം ജീവനക്കാരെ വിളിച്ച് ചോദിച്ചപ്പോൾ ജോലി വിട്ടുപോയി എന്നും കൃഷ്ണകുമാർ പറഞ്ഞു. പോലീസിൽ പരാതി നൽകുമെന്നപ്പോൾ ഫ്ളാറ്റിലേക്ക് വന്ന് സംസാരിച്ചു. 3 പേരും പണം എടുത്തതായി സമ്മതിച്ചു. 69 ലക്ഷം രൂപയാണ് നഷ്ടമായത്. ഇതിൽ 8.2 ലക്ഷം കൊണ്ട് തന്നു എന്നും കൃഷ്ണകുമാർ പറഞ്ഞു. ഈ കട CCTV ഒന്നുമില്ലേ? 69 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അത് എത്ര ദിവസത്തെ കച്ചവടമായിരിക്കും? ഒരു ദിവസമൊക്കെ ഇത്രയും രൂപയുടെ കച്ചവടം കണക്കൂ? ആഭരണക്കട സ്വർണ്ണാഭരണക്കടയാണോ? പിന്നെ നീയും ചാണകം ഞാനും ചാണകമായതുകൊണ്ട് ഈ ചാണകം പറയുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല. തലയ്ക്കകത്തും ശരീരം മുഴുവൻ ചാണകമൊക്കെ കൊണ്ട് നടക്കുന്ന ഈ നാറിയൊക്കെ എന്തോ പറയുന്നത് ആർക്കറിയാം. തലയെ ചാണകമുള്ളവന് പലതും തോന്നും. അപ്പോൾ അതുകൊണ്ട് കൃഷ്ണകുമാറും കുടുംബമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പാടാണ്. ഇങ്ങനെയുള്ള ഓരോ ഉടായ്പ വർത്തമാനം കൊണ്ട് ഇറങ്ങിയേക്കുക. ആരോ ജീവനക്കാർ കൊണ്ട് പൈസ കൊടുത്തു. അതുപോലെ തന്നെ വേറെ കുറേ ജീവനക്കാർ അടിച്ചുകൊണ്ട് പോയി. അങ്ങോട്ട് പോകാറില്ലായിരുന്നു എന്ന്. അങ്ങനെ പോകാൻ എങ്ങനെ ശരിയാവുന്നത്? പോകാതിരിക്കുന്നത് ഈ ഒരുത്തി മാത്രം പോയാൽ മതി. ഒരുത്തി അല്ലല്ലോ. ഇവന് പോകരുത് ഇടയ്ക്ക്. ഇവനെന്താ പണി? ചാണകം വാരുവാണോ ഇവൻ്റെ പണി? അവൻ എനിക്കൊന്ന് പശുവിൻ്റെ മൂത്രം കുടിക്കുമായിരിക്കും. അതിന് സമയമാണല്ലോ ഒരു അത്. ഈ ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും കൃഷ്ണകുമാർ ചാണകം നിന്നുകൊണ്ടിരിക്കുമായിരിക്കും. നൽകുമെന്നായപ്പോൾ ഫ്ലാറ്റിലേക്ക് വന്നെന്ന് മനോരമ ന്യൂസിനോട് പറഞ്ഞത്. കോവിഡ് കാണിച്ച അക്കൗണ്ട് ഇതുപോലെ QR കോഡ് കാണിച്ച് അക്കൗണ്ടിലോട്ട് പൈസ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്തിനാ പോലീസിൽ പരാതി കൊടുക്കാതെ അടിപിടി പരിപാടിയിലേക്കൊക്കെ പോകേണ്ട ആവശ്യം എന്തോ? ഇത് ആദ്യമേ പോലീസിൽ പരാതി കൊടുക്കേണ്ടത് കൃഷ്ണകുമാറാണ്. അല്ലാതെ ഈ പരിപാടിയെല്ലാം കഴിഞ്ഞ് വേറെ ആരാണ്ട് കൊണ്ട് പരാതി, ഇവർ പരാതി നേരിട്ട് ഞാൻ പോലീസിൽ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയല്ല. ഇതറിയുമ്പോൾ തന്നെ പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുക്കുന്നു. പോലീസുകാർ അവിടെ വിടുന്നു, CCTV ചെക്ക് ചെയ്യുന്നു, ഓരോരുത്തരെയും പിടിച്ചു നിർത്തി അവരുടെ അക്കൗണ്ട് എടുക്കുന്നു, സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നു, പരിപാടി കഴിഞ്ഞു. അതിന് ഇമാരി മറ്റടുത്ത വർത്തമാനം പറഞ്ഞ് ഇറങ്ങുന്നുണ്ട്. ഇതിനകത്ത് തട്ടിപ്പാര നടത്തിയെന്ന് കൂടുതലൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് മൊത്തത്തിൽ ഇനി കൂട്ടം കൂടി പറ്റിച്ചാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം ഈ തൊഴിലാളികളും മുതലാളി എല്ലാം ചാണകമാണെങ്കിൽ ചിലപ്പോൾ ഇമാർ വല്ല തിരിമറിക്ക് വേണ്ടി ഇതുപോലത്തെ പണിയൊക്കെ കാണിക്കും. ഈ 69 ലക്ഷം രൂപയുടെ എന്തെങ്കിലും ഉടായ്പൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞാൽ വല്ലതും പിടിക്കാൻ വന്നപ്പോഴായിരിക്കും ഇതുപോലത്തെ വല്ല സ്റ്റോറി ഉണ്ടാക്കുന്നത്. ഇനി കടയ്ക്ക് തീ പിടിക്കുക എന്നുള്ളത് നമുക്ക് പിന്നെ കാണാം. ചില കടകൾ ഇങ്ങനെ കത്തിപ്പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഗർഭിണിയായതിനാൽ പോകാൻ പറ്റുന്നില്ലെന്ന്. അവിടെ വേറെ ആരുമില്ല. ഓഫീസിൽ വെച്ച് ഇവൻ്റെ ഓഫീസിലിട്ട് മർദ്ദിച്ചെന്നാണ് അടക്കം കുടുംബത്തിലെ 6 പേർക്കെതിരെ. കുടുംബത്തിലെ 6 പേര് എന്ന് പറയുമ്പോൾ 3 മക്കള്, അച്ഛനമ്മ, പിന്നെ ഒരാളാരാ ആർക്കറിയാം. ഈ 6 പേര് കുടുംബത്തിലുണ്ടായിട്ട് അവിടെ കെട്ടിയോൻ ശരിയാണല്ലോ പറഞ്ഞ പോലെ. അങ്ങനെ 6 പേര്. ഇവർ 6 പേരും കുടുംബത്തിൽ തന്നെ ഇരിക്കത്തേ ഉള്ളൂ കേട്ടോ. മറ്റേ ആഭരണക്കട 69 ലക്ഷം രൂപ പോയാലൊന്നും അവരറിയത്തില്ല. അതെന്നാ ഉത്തരവാദിത്വം? പിന്നെ ഇവനെന്ത് ഏത് ഓഫീസ് കൃഷ്ണകുമാറിൻ്റെ? ഈ നടത്തുന്ന ആഭരണക്കടയിലെ വനിതാ ജീവനക്കാരെയും ഭർത്താക്കന്മാരെയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു. തട്ടിക്കൊണ്ടുപോയി പണം വാങ്ങിയാണ് പരാതി നടൻ കൃഷ്ണകുമാറിൻ്റെ കേസ്. ഈ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ പറയുന്നതൊക്കെ അങ്ങനൊന്നും ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും ഒരു കശവിശ ഉണ്ടായി കാണും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഈ 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേസ് കൊടുക്കും എന്തെങ്കിലും ഉണ്ടായാലും. പക്ഷേ ഇതിനകത്ത് ഇത്രയും ലക്ഷം രൂപ പോയതറിയാത്തതും അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലീസ് കംപ്ലയിൻറ്റ് കൊടുത്ത് ഇത് വളരെ ഡീസൻ്റായിട്ട് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അതുമല്ല, ഡീസൻറ്റ് മാത്രമല്ല, ഈ കടയിലെ ആൾക്കാരെ കണ്ടുപിടിച്ച് അവിടെ നിന്ന് പൊക്കാൻ പോലീസിന് പറ്റത്തില്ല, കേരള പോലീസിന്. അതൊന്നും അറിയാത്തവനാണോടാ ഈ കൃഷ്ണകുമാർ? എങ്ങനെ അറിയാനാ? തിന്നുന്ന നീയും ചാണകം ഞാനും ചാണകമല്ലേ? അപ്പം പിന്നെ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്യേണ്ടത് പോലീസിന് കംപ്ലയിൻറ്റ് ചെയ്യണം. അല്ലാതെ ഇമ്മാതിരി കേസ് വലിച്ച് വെക്കുമല്ലേ? നാളെ ഡീൽ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. ഞാൻ വലിയ മറ്റടുത്ത നേതാവല്ലേ എന്ന് വേണ്ട കിടക്കുന്നു. അത്ര ബുദ്ധിയൊക്കെ ഉള്ളെന്ന് ഇവനൊക്കെ ബോധമുണ്ടോ? അതുകൊണ്ട് ഈ പുള്ളികൾ ഇതൊക്കെ ചെയ്യും. ഇവരുടെ പണി ഇതാ.
ഇതിനകത്ത് എന്തോ ആയിരിക്കും എന്നുള്ളത് ആർക്കറിയാം, ആരുടെ കാശാ പോയെന്ന്. എന്നാ ജീവനക്കാരാടാ ജീവനക്കാരെ, ഇങ്ങനെ ജീവിക്കാവോ ജീവനക്കാരാ? വല്ലാത്തൊരു ജീവിതമായിപ്പോയി പേര് ജീവനക്കാർ. വല്ലാത്തൊരു ജീവിതം. നല്ല മുതലാളി, നല്ല തൊഴിലാളി. ഇത് കുറച്ചാളൂടെ അയ്യോ അങ്ങനെ പറ്റത്തില്ല. ഇപ്പോൾ എത്രയൊക്കെ 69 ലക്ഷം രൂപയൊക്കെ 69